ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി പാറ്റേണുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. യോക്ക് പോർഷനിൽ ചെയ്യാൻ പറ്റുന്ന യെല്ലോ കളറിൽ വയലറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു ഡിസൈനാണ്. ഇതിൽ ലിനൻ ടച്ചുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. 3 ടൈപ്സ് ആങ്കർ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്, 2 ടൈപ്സ് നീഡിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിസൈനാണ്. കുറച്ച് ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് യോക്ക് പോർഷനിൽ ഇത് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഡിസൈന്. നമ്മുടെ മെഷീൻ ഡ്രോ ചെയ്യുന്ന പെൻസിൽ യൂസ് ചെയ്തിട്ടാണിത് വരച്ചിട്ടുള്ളത്. ടൈലേഴ്സൊക്കെ യൂസ് ചെയ്യണ പെൻസിൽ. ലിനൻ ടച്ചുള്ള മെറ്റീരിയലാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. ആദ്യം നമ്മൾ കാസ്റ്റോൺ സ്റ്റിച്ച് എന്ന് പറഞ്ഞ ഒരു സ്റ്റിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സെൻറ്ററത്തെ 2 ഫ്ലവറാണ് ആദ്യം ചെയ്യുന്നത്. കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യാൻ 2 വലിയ നീഡിൽ ആവശ്യമുണ്ട്. അതിൽ ഒരു നീഡിൽ നമ്മൾ ത്രെഡ് കോർക്കുന്നേ ഉള്ളൂ. ഈ 2 ഫ്ലവറിൻ്റെയും പെറ്റൽസാണ് ആദ്യം ചെയ്യുന്നത്. പെറ്റലിൻ്റെ ബോർഡർ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു പെറ്റൽ സെലക്ട് ചെയ്യാം. ഏത് പെറ്റലാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ പെറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം കുത്തുക. എന്നിട്ട് എവിടെയാണോ പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മൾ ആദ്യം കുത്തിയ സെയിം പൊസിഷൻ്റെ തൊട്ടടുത്ത് കുത്തുക. എന്നിട്ട് രണ്ടാമത്തെ സൂചി എടുത്തിട്ട് ഈ സെയിം പൊസിഷനിൽ കുത്തിയെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ നൂല് ഉപയോഗിച്ച് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ സൂചിയിലിടുക. നമ്മുടെ പെറ്റലിൻ്റെ നീളത്തിനനുസരിച്ചാണ് നമ്മൾ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ 20 to 25 ലൂപ്പ് വരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, പക്ഷെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. 6 strands ത്രെഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ലൂപ്പ് ചെയ്യുമ്പോൾ തിരിയാതെ ശ്രദ്ധിക്കണം. കാസ്റ്റോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ബ്രസീലിയൻ സ്റ്റിച്ചാണ്. വളരെ എളുപ്പമാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ പെറ്റലിനനുസരിച്ച് നമ്മൾ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ രണ്ടാമത് കുത്തിയ സൂചി ആദ്യം മെല്ലെ വലിച്ചൂരിയെടുക്കുക. നെക്സ്റ്റ് പതുക്കെ നമ്മുടെ ആദ്യം നൂല് കോർത്ത സൂചി വലിച്ചെടുത്തിട്ട് നമ്മുടെ പെറ്റലിൻ്റെ ആർക്കിനനുസരിച്ച് നമ്മളിപ്പോൾ ചെയ്തെടുത്തത് ലോക്ക് ചെയ്യാം. വളരെ സിമ്പിളാണ്. പെറ്റലിൻ്റെ ആർക്കിനനുസരിച്ച് ഇത് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ 2 ഫ്ലവറിൻ്റെയും എല്ലാ പെറ്റൽസും ഇതേപോലെ കാസ്റ്റോൺ സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മൾ 2 ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ബോർഡറും ഫില്ല് ചെയ്തു. ഇനി അടുത്തത് ഈ ഫ്ലവർ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്.
സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ ആദ്യം ഈ ഒരു പെറ്റലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം, 4 or 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഡിസോർഡർ ആയിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് അത് തോന്നും. അങ്ങനെ ഇതിൻ്റെ എല്ലാ പെറ്റൽസും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലുള്ള സ്പേസ് നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചങ്ങാണ്ട് ഫില്ല് ചെയ്യാണ്. അതിന് യൂസ് ചെയ്യുന്ന ത്രെഡ് ഇതാണ്. ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണ്ടി യൂസ് ചെയ്യുക. ഞാൻ ഈ ഒരു ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് 6 strands ആണ് യൂസ് ചെയ്യുന്നത്. 6 strandsൽ ഒരു 1 2 3 ടൈംസ് ആക്കിക്കൊണ്ട് ഫ്രഞ്ച് നോട്ട് വെച്ച് ഫ്ലവറിൻ്റെ സെൻറ്റർ മൊത്തം ഫില്ല് ചെയ്യുക. നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്റർ ഫ്രഞ്ച് നോട്ട് വെച്ച് ഫില്ല് ചെയ്തു. നെക്സ്റ്റ് സെയിം ത്രെഡ് ഉപയോഗിച്ച് ഇതിൻ്റെ സ്റ്റെമ്മ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ചാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം അടിഭാഗത്തു നിന്ന് സൂചി കുത്തുക, എന്നിട്ടൊരു കുറച്ച് സ്പേസ് ഇട്ടിട്ട് നെക്സ്റ്റ് കുത്തിയിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ വീണ്ടും രണ്ടാമതും അടിഭാഗത്തു നിന്ന് നമ്മൾ കുത്തുമ്പോൾ ഈ അടിഭാഗത്തു നിന്ന് കുത്തുക. അപ്പം എന്നിട്ട് ഇത് വലിച്ചെടുക്കുക. അതാണ് സ്റ്റെം സ്റ്റിച്ച്. വളരെ എളുപ്പമാണ്. അതേപോലെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബ്രാഞ്ചസും ഈ സ്റ്റെമ്മും ഫില്ല് ചെയ്യണത് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം.
രണ്ട് സൈഡും ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുക. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡും ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ബ്രാഞ്ചസ് ആണ്. ബ്രാഞ്ചസും സെയിം ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ബ്രാഞ്ചസും സെയിം ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് 3 സ്റ്റാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്റ്റെം ഫില്ല് ചെയ്യാൻ 6 സ്റ്റാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്രാഞ്ചസ് ഫില്ല് ചെയ്യാൻ നമ്മൾ 3 സ്റ്റാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അടിഭാഗത്തുനിന്ന് നൂല് കൊണ്ടുവരിക, ഒരു ചെറിയൊരു സ്പേസ് ഇട്ടുകൊണ്ട് നെക്സ്റ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ വീണ്ടും രണ്ടാമത് കൊണ്ടുവരിക. വളരെ എളുപ്പമാണ്. അതേപോലെ ബ്രാഞ്ചസ് കംപ്ലീറ്റ് ഇതേപോലെ ചെയ്യാം. നമ്മൾ രണ്ട് സൈഡത്തെ ബ്രാഞ്ചസും ഇതേപോലെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രാഞ്ചസിലും നമ്മൾ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്തങ്ങാണ്ട് ഫ്ലവർ ഫില്ല് ചെയ്യാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. 3 സ്റ്റാൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്ലവർ ഫില്ല് ചെയ്യാൻ ആദ്യം യൂസ് ചെയ്ത് സെയിം ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ ഫ്രഞ്ച് നോട്ട് ഫില്ല് ചെയ്യുക. ഓരോ ബ്രാഞ്ചസിലും ഒരു ഫ്ലവർ ഫോം ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് നോട്ട് ഫില്ല് ചെയ്യുക. 1 2 3 ടൈംസ് എടുത്താൽ മതി ഫ്രഞ്ച് നോട്ട് ഫില്ല് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രഞ്ച് നോട്ട് വെച്ച് ഫില്ല് ചെയ്താൽ നമ്മുടെ ഡിസൈൻ ഉണ്ടാവുക. ഇനി അടുത്തത് ഈ ഓരോ സ്റ്റെമ്മിലും നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് വെച്ചങ്ങാണ്ട് ലീഫ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുഞ്ഞ് ലീഫാണ് ചെയ്യണത്. ഒരു കളർഫുള്ളിന് വേണ്ടി കണ്ട് ഗ്രീൻ കളറാണ് ഇതിന്, കുറച്ചൊരു ഡാർക്ക് ഗ്രീനാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഫ്ലൈ സ്റ്റിച്ച് എല്ലാവർക്കും സിമ്പിളാണ്, എല്ലാവർക്കും അറിയണ പോലെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അടിഭാഗത്തുനിന്ന് കുത്തുക, കുറച്ച് സ്പേസ് എടുത്തുകൊണ്ട് അടുത്ത് കുത്തുക, എന്നിട്ട് സെൻറ്ററിലൂടെ കുത്തിങ്ങാണ്ട് പിന്നെ ലോക്ക് ചെയ്യുക. വളരെ എളുപ്പമാണ്. അതേപോലെ കംപ്ലീറ്റ് ഫ്രഞ്ച് ഈ ബ്രാഞ്ചസിൻ്റെ ഇടയിലൂടെയും ഫ്ലവറിൻ്റെ ഇടയിലൂടെയും
ബ്രാഞ്ചസിലൂടെയൊക്കെ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്ത് ചെറിയ കുഞ്ഞ് ലീഫ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എംബ്രോയ്ഡറിൻ്റെ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് ബൈ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.